നമസ്കാരം. എങ്ങനെ ഇരിക്കണേ? സമാധാനമായല്ലോ. അങ്ങനെ ഇന്ത്യ 8 നിലയിൽ പൊട്ടി. 1-2 റൺസിനല്ല, 76 റൺസിനാണ് ഇന്ത്യ തൊപ്പിയിട്ടത് എന്നുള്ളതാണ്. സൗത്ത് ആഫ്രിക്ക തങ്ങളുടെ പകരം വീട്ടി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫൈനലിൽ തോറ്റതിന്റെ പകരം നല്ല മധുരമായി വീട്ടി. ഇവിടെ തോറ്റയിൽ പ്രശ്നമില്ലടേ. നമ്മളാരും അജയരൊന്നുമല്ല, നമ്മളാരും ദൈവങ്ങളുമല്ല. തോറ്റതിനൊരു പ്രശ്നമില്ല. പക്ഷെ ദ വേ യു ലോസ്, അവിടെയാണ് എങ്ങനെ നിങ്ങൾ തോറ്റു എന്നുള്ളിടത്ത് പ്രശ്നം തന്നെയാണ്. ബാറ്റിംഗ് ഇത്രയും പ്രശ്നമാണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നാ അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഈ വേൾഡ് കപ്പ് തുടങ്ങിയിട്ട് ഇന്നത്തെ കളി കണ്ടപ്പോൾ എനിക്ക് തോന്നി എല്ലാവരും ഭയങ്കര പ്രഷറിലാണ്. ഈ വേൾഡ് കപ്പിന്റെ പ്രഷർ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഇഷാൻ കിഷനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഈ വേൾഡ് കപ്പിന്റെ ഒരു പ്രഷർ ഉണ്ട് എന്നുള്ളതാണ്. ശിവൻ ഡൂബേനെ പോട്ടെ, ഈ രണ്ടുപേരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തോന്നല്ലേ ഇത് 76 റൺസിന് തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ 20 ഓവറിൽ 187 റൺസ് അടിച്ചു, 7 വിക്കറ്റിന്. ഇന്ത്യ 111 ആൾ ഔട്ട്, 185 റൺസിന്. മനസ്സിലായോ? എല്ലാം 4 കളി കൊണ്ട് ഇന്ത്യയുടെ ഓപ്പണർമാർ ടക്കാണ്. തുടർച്ചയായ 4 കളി, 3 കളി പിന്നീട് നമ്മുടെ അഭിഷേക് ശർമ്മ ടക്കായി, ഈ കളി ഇഷാൻ കിഷൻ ടക്കായി. ഇഷാൻ കിഷൻ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാ കളിയും കളിച്ചു, എല്ലാ കളിയും നിങ്ങൾക്ക് വന്ന് അടിച്ചു വെച്ച് തരാൻ വേണ്ടിയിട്ട് അവനും ദൈവമൊന്നുമല്ല. ശരി, ഇഷാൻ കിഷൻ പോയി. അഭിഷേക് ശർമ്മ ഇന്ന് ഡക്കായില്ല. ഫസ്റ്റ് ബോൾ 4 അടിച്ചുകൊണ്ടാണ് തുടങ്ങിയത്, 15 റൺസ് അടിച്ചു. പക്ഷെ അവൻ അടിച്ചതുണ്ട്, 15 റൺസ് അടിച്ച രീതി കണ്ടോ നിങ്ങൾ? ഞാൻ വണ്ടർ അടിച്ചിരിക്കുകയാണ്. എന്തു പറ്റി ഈ പറയുന്ന അഭിഷേക് ശർമ്മയ്ക്ക്? എത്ര ബോളാണ് ബാറ്റിൽ കൊള്ളാതെ പോയത്? എത്ര വീശാണ് അവൻ വീശിയത്? ഇപ്പം മറ്റവൻ പറഞ്ഞ പോലെ ചാളവെട്ട് പോലെയല്ലേ വീശിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ബാറ്റിൽ കിട്ടത്തില്ല. എന്തു പറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനിത് എന്തു പറ്റി? ആരാണ് ഈ കണ്ണു വിട്ടത്? സത്യം പറഞ്ഞാൽ ഒരു ടബേനെ, വേൾഡിലെ നമ്പർ 1 ബാറ്റ്സ്മാൻ, ഒരു ടബേനെ ഒരു ഈ പറയുന്ന വേൾഡ് കപ്പ് വന്നതോടുകൂടി നേരെ താഴെ പോകുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതായത് നോക്കിക്കോണം. 15 3 വട്ടം ഡക്കായതിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ ഇന്നത്തെ ബാറ്റിംഗ് ഉണ്ടല്ലോ, നമ്മൾ കളിച്ച ബാറ്റിംഗ് എത്ര ബോളാ ബീറ്റണാക്കിയതല്ലയോ? എന്നിട്ട് അടിച്ച് പുട്ടുപോലെ കയ്യിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പ്രഷർ അവൻ ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? തിലക് വർമ്മ, ഞാൻ വിചാരിച്ച ചെയ്സ് വരുമ്പോഴെങ്കിലും നീ നോക്കി കളിക്കുമെന്ന് കരുതി. കാരണം എല്ലാവരും കൂടി അവൻ എന്ത് ചെയ്യുന്നു, അവൻ മെല്ലെപ്പോക്കാണ്, ആമയെ പോലെ ഇഴഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് സെക്കൻഡ് ബോളിൽ തന്നെ ഇറങ്ങി അടിക്കാൻ ശ്രമിച്ചു, മൂഞ്ചി പോയി. സൂര്യകുമാർ യാദവ്, താങ്കൾക്ക് എന്ത് പറ്റി? സൂര്യകുമാർ യാദവ് ഈ കളിയല്ല, പല കളി നോക്കട്ടെ. ഫസ്റ്റ് ആ ഒരു പിന്നീട് ഈ നമ്മുടെ USA ആയിട്ട് ഒരു മാച്ചിൽ അതിന് മെല്ലെപ്പോക്കായിരുന്നു, അവസാനമാണ് അടിച്ചത്. അതിന് നമുക്കൊരു ന്യായീകരണമുണ്ട്. കാരണം എല്ലാം പറ പോയി എന്ന് പറയും. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്ത്യ ഇതുവരെ എങ്ങനെയാ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? 1-2 വിക്കറ്റ് പോകുമ്പോൾ സൂര്യകുമാർ ഉൾപ്പെടെയുള്ളവർ തിരിച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അല്ലാതെ കൊട്ടി അവന്മാരെ കോൺഫിഡൻസ് കൂട്ടുകയല്ല ചെയ്യാനുള്ളത്. ഇവിടെ വന്ന് നിരിച്ച കൊട്ടടേ യുവമാര് എന്ത് എനിക്ക് മനസ്സിലാവുള്ളൂ. നെരിച്ച കൊട്ട്, സൂര്യകുമാർ വന്ന് നെരിച്ച കൊട്ട്. സൂര്യകുമാർ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊള്ളണമില്ല. സ്ലോ ബോളുള്ള എല്ലാ വിക്കറ്റും പോയിട്ട്. ഇത് സ്പിന്നറൊന്നുമില്ല. സ്പിന്നറിന് ഒരു ഓവറിൽ 3 വിക്കറ്റ് കൊടുത്തു. അതിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ന് മിക്കവാറും സ്ലോ ബോളുള്ള വിക്കറ്റുകൾ പോയത് കേട്ടോ. നിങ്ങൾക്ക് സ്ലോ ബോൾ കളിക്കാൻ അറിഞ്ഞൂടെ? ലുങ്കി എങ്കിടിയൊക്കെ വന്നിട്ട് സ്ലോ എറിയുന്ന എമാരി കിടന്ന് തൊഴയാണ്. വളരെ പരിതാപകരം കേട്ടോ. സൂര്യകുമാർ യാദവ് 22 ബോളിൽ 18, 2 4, അത് തുടക്കം അടിച്ച 2 4, വെറും 18 റൺസ്. ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്തിരുന്നെങ്കിലോ? ഞാൻ വിചാരിച്ചേ 187, ഞാൻ വിചാരിച്ചു ഇന്ത്യ ഈസിയായിട്ട് ജയിക്കുമെന്ന് കരുതിയത്. ഇന്ത്യ ഈസിയായിട്ട് ജയിക്കുമെന്ന് കരുതി. എന്നിട്ടും ഞാൻ പറഞ്ഞ ഈ പറയുന്ന ശിവൻ ഡൂബയും ഈ പറയുന്ന നമ്മുടെ പാണ്ഡ്യ നിന്നപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയത് അവർ ഈസിയായിട്ട് ജയിക്കുന്ന. അടുത്ത വാഷിംഗ്ടൺ സുന്ദരം, ഇവൻ എന്തിനാണ് ഇട്ടിക്കുന്നത്? ഞാൻ അന്ന് ഇവനെ ഈ പറയുന്ന വേൾഡ് കപ്പ് ടീമിൽ എടുത്തപ്പോഴേ പറഞ്ഞു ഇവൻ വേസ്റ്റാണ്. അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ വേസ്റ്റ് അവനാണ്. എന്തൊരു മൂന്നാണ് അവൻ എടുത്തിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ബൗൾ ചെയ്യാൻ അറിഞ്ഞുകൂടാ, ബാറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ, ക്യാച്ച് കിട്ടിയാൽ കിട്ടി, ഇന്നൊരു ക്യാച്ച് കളയുകയും ചെയ്തു. ഈ നമ്മുടെ ടീമിലെ ഏറ്റവും വലിയ വേസ്റ്റ് അവനാണ്. ഒരു വൈസ് ക്യാപ്റ്റൻ എന്നും പറഞ്ഞുകൊണ്ട് അക്ഷർ പട്ടേലിന്റെ അടുത്ത് അവനെ കാണാനില്ല. അവൻ എന്തൊരു പരിക്ക, എന്തൊരു വയറിളക്കോ എനിക്ക് മനസ്സിലാവില്ല. അവനെ കാണാനില്ല. ഇവൻ വേസ്റ്റ്. ആര്?
ഈ വാഷിംഗ്ടൺ സുന്ദറിനെ എടുക്കണേം കാട്ടി വേറെ ഏതെങ്കിലും ഒരു സ്പിന്നർ മറ്റവരെ എടുത്താൽ മതിയായിരുന്നു. കുൽദീപ് യാദവൻ അവൻ എറിയെങ്കിലും ചെയ്യും. ഇവൻ എറിയയില്ല, ബാറ്റിംഗും ഇല്ല, രണ്ടുമില്ല. പിന്നെ കുൽദീപ് യാദവിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ക്യാച്ച് കളയും. പൊത്ത പിടിയനാണ്, മൊത്തം പൊത്ത പിടിയനാണ്. ചുമ്മാ ക്യാച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വളരെ ഞാൻ പറയില്ല, ഈ പറയുന്ന വാഷിംഗ്ടൺ സുന്ദരം വേസ്റ്റ് ആണ്. ഇന്ത്യൻ ടീമിലെ നമ്പർ 1 വേസ്റ്റ് ആരും ചോദിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവനെന്ന് പറയും. ഡൂബെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഡൂബെ ഈ വട്ടം ഈ കളിയിൽ കുറ്റം പറയാൻ പറ്റാത്ത ഒരേ ഒരു വ്യക്തിയുള്ളത് അത് ശിവം ഡൂബെയാണ്. പിന്നെയുള്ളത് നമ്മുടെ ബൗളേഴ്സിന് നമുക്ക് വലുതായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. ബുംറയ്ക്ക് എന്ത് എറിഞ്ഞത് തകർത്ത് കളഞ്ഞില്ലേ. ശിവൻ ഡുബേന് പിന്നീട് 37 ബോളിൽ 42 റൺസ് അടിച്ചു, 3 സിക്സും 1 4 അടിച്ചു. അവരൊരു കൂട്ടാരെങ്കിലും വേണ്ടേ? എങ്കിൽ പിന്നെയും നോക്കാമായിരുന്നു. കുൻഫു പാണ്ഡ്യ, ഹാർദിക് പാണ്ഡ്യ. എനിക്ക് മനസ്സിലായില്ല ഹാർദിക് പാണ്ഡ്യ എന്താ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മഹാരാജ് വരട്ടെ, ലാസ്റ്റ് അവന് 2 ഓവർ മിച്ചമുണ്ടായിരുന്നു. മഹാരാജാവ് വന്നപ്പോൾ അവനെ അടിക്കാന്ന് പറഞ്ഞു. അതായത് 2 ഓവറിൽ ഞാൻ ഉള്ള റൺസ് എല്ലാം അടിച്ച് കയറ്റാന്ന് പറഞ്ഞാൽ എല്ലാം സിംഗിൾ എടുത്ത് പോയിക്കൊണ്ടിരുന്നു. മഹാരാജ വന്ന് ഫസ്റ്റ് ബോൾ തന്നെ ക്യാച്ച് കൊടുത്ത് പോയി. ഇതാ പോണ ആറ്റിറ്റ്യൂഡും ഇല്ല, ഓറയും ഇല്ല, ഒരു തേങ്ങയും ഇല്ലായിരുന്നു. പിന്നീട് ഒരു ഓവറിൽ 15 റൺസ് വെച്ച് എന്തോ വേണം. അപ്പോഴേ 13-15 റൺസ് വെച്ച് അപ്പോഴും സിംഗിൾ എടുക്കുക. കാരണം മഹാരാജ വരട്ട് 2 ഓവർ ഉണ്ടല്ലോ, 12 ബോൾ ഉണ്ട്. ആ 12 ബോളിൽ നമുക്കൊരു 10 സിക്സ് അങ്ങ് അടിക്കാന്ന് കരുതി കാണും. ഞാൻ ഉണ്ടടേ എന്ന് പറഞ്ഞോണ്ടിരുന്നു. ഫസ്റ്റ് ബോൾ തന്നെ അടിച്ച് കയ്യിൽ വെച്ചു കൊടുത്തു. വളരെ പരിതാപകരം ഹാർദിക് പാണ്ഡ്യ ഇന്ന് കളിച്ചത്. ശിവൻ ഡുബെ അപ്പോഴും അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ അടിക്കാനല്ല ശ്രമിച്ചത്. അവൻ സിംഗിൾ എടുത്ത് അവന്റെ മനസ്സിൽ മഹാരാജ വരട്ടെ, ഞാൻ അവനെ അടിക്കാം, ഒരു സ്പിന്നർ വരട്ടെ എന്നുള്ള രീതി വന്നത്. ഫസ്റ്റ് വന്ന് അവന്റെ ആ ഓവറിൽ 3 വിക്കറ്റാണ് വീണത്. റിങ്കു സിംഗ് കഷ്ടമാണ്. അവനെ പോയി ആ 11 ആർക്ക് ശിവൻ ഡുബൈക്ക് ഒരു കൂടെയെങ്കിലും നിന്നിരുന്നെങ്കിൽ ഒരു 150 വരെയെങ്കിലും നമുക്ക് അടിക്കായിരുന്നു. റൺ റേറ്റ് പിന്നെ വിഷയമാവും, മഴയൊക്കെയാണ്. ഒരു 150 റൺസ് നീ അടിച്ചവന്റെ കൃത്യം അവന്റെ കൈ കൊടുത്തു. ഒരു പുട്ട് ബോളായിരുന്നു, എവിടെ വേണം നിനക്ക് അടിക്കായിരുന്നു. നീ കൃത്യമായിട്ട് അടിച്ചവന്റെ കൈ കൊടുത്തു. ലാസ്റ്റ് ഓവറിലൊക്കെ വന്ന് 1-2 ബോളിട്ട് 6 അടിച്ചിരുന്ന കാര്യമില്ലടേ. ആവശ്യമുള്ള സമയത്ത് കളിക്കണം. പിന്നെ ബാക്കി ആരെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതായിരുന്നു, മനസ്സിലായോ? ഹാൾ ഓഫ് വിക്കറ്റ് ഇഷാൻ കിഷൻ 0 റൺസിൽ ഇഷാൻ കിഷൻ പോയി. 5-ൽ 2, 26-ൽ 3, 44-ൽ 4, 51-ൽ 5. അങ്ങനെ റെഗുലർ വിക്കറ്റ് എല്ലാ മേഖലകളിലും അവന്മാർ ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളതാണ്. ഒരിടത്ത് പോലും നമുക്കൊരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല. പവർ പ്ലേ ഒഴിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഫസ്റ്റിലത്തെ പവർ പ്ലേ ഒഴിച്ചു കഴിഞ്ഞാൽ അവർ 20-ന് 3 ആയിരുന്നേനെ. അവർ 20-ന് 3 ആയിരുന്നേനെ. അവിടെ നിന്നാണ് അവർ 187 റൺസ് അടിച്ചത്. മനസ്സിലായോ? 150 പോലും കിടക്കുമെന്ന് വിചാരിച്ചു 187 റൺസ് അടിച്ചു. അത് പവർ പ്ലേ, കിടിലം പവർ പ്ലേ ആയിരുന്നു. ബുംറയൊക്കെ കിടിലമായിട്ട് ഇറങ്ങി 20 ഓവറിൽ 20 റൺസിന് 3 വിക്കറ്റ് നിങ്ങൾക്ക് എടുത്തുകൾ തന്നു. എന്നിട്ട് അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മാക്രം നേരത്തെ പോയി, പീകോക്ക് നേരത്തെ പോയി, റിക്കിൾട്ടൺ നേരത്തെ പോയി, പിന്നെ ബ്രീവ്സും മറ്റേ ബില്ലറും കൂടി നിന്നാണ് അടിച്ചത്. പിന്നെ ലാസ്റ്റ് വന്ന് സ്റ്റബ് ഇമാരെ കൊണ്ട് നോ ബോൾ. ഒരു ഓവർ 5 ബോളും സുഖമായിട്ട് 6ാമത്തെ ബോൾ കൊണ്ട് നോ ബോൾ എഴുതി. 6ാമത്തെ ബോൾ ഇട്ട് കൊടുക്കുക, അമാരെ അടിക്കുക. അതായത് അവർ ബാറ്റ് എപ്പോഴൊക്കെ പൊക്കിയിട്ട് അപ്പോഴൊക്കെ 6 ആണ്. ആ രീതിയിൽ അമാരെ കളിച്ചത്. നമ്മുടെ ഇന്ത്യയുടെ ബൗളിംഗ് നോക്കണം. ഹർഷദീപ് സിംഗ് കിടിലായിട്ട് എറിഞ്ഞു. 28 ബോളിൽ 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ബുംറ 15 ബോളിൽ 15 റൺസ് മാത്രം വിട്ടു കൊടുത്തിട്ട് 3 വിക്കറ്റ് തള്ളിയിട്ടത്. ഇന്നാണ് അവൻ 4 ഓവർ തികച്ചത്. വരൻ ചക്രവർത്തി 4 ഓവർ തേക്കില്ലേ എന്ന് പറഞ്ഞ് വിളി. 47 റൺസാണ് വിട്ടുകൊടുത്തത്. 11.75. ഈ പറയുന്ന വരൻ ചക്രവർത്തി ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു. വാഷിംഗ്ടൺ സുന്ദർ വേസ്റ്റ് അല്ലെ, നോക്കണ്ട. ഹാർദിക് പാണ്ഡ്യ 4 ഓവറിൽ 45 നല്ല രീതിയിൽ ഇറങ്ങിയാണ്. ഹാർദിക് പാണ്ഡ്യ നല്ല രീതിയിൽ ലാസ്റ്റ് ഓവർ കൊണ്ടാണ് എന്ത് ചെയ്തത്, റൺസ് അടിച്ച് കയറ്റി വെച്ചത്. ലാസ്റ്റ് ഓവർ 2 സിക്സും എന്തൊക്കെ അടിച്ചത്. ശിവൻ ഡൂബെ ഓവർ നോക്കണ്ട, 32 ബോളിൽ 32 റൺസ് വിട്ട് കൊടുത്തുകൊണ്ട് 1 വിക്കറ്റ്. 20-ൽ അവന്മാര് 3 ആയിരുന്നേണ്. പിന്നെ 117-ലാണ് 4 ആവുന്നത്. മനസ്സിലായോ? 20-ൽ 3.6 ഓവറിൽ 20-ൽ 3 ആയിരുന്നു. പിന്നെ അവന്മാര് 114. 12ാമത്തെ ഓവറിലായപ്പോൾ അവന്മാര് 117 റൺസ് അടിച്ചിട്ടുണ്ട്. അപ്പോ ഇതാണ് സംഭവം.
എന്തായാലും ഒരു തോൽവി നല്ലത് തന്നെയാണ്, ഇല്ലാന്ന് പറയുമ്പോൾ. അതുമല്ല, എനിക്കൊരു 12-14 കളി തൊട്ട് ഈ പറയുന്ന T20 വേൾഡ് കപ്പിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് ഇന്ത്യ വന്നത്. അപ്പൊ അതിനൊരു തട വീണിട്ടുണ്ട്. കുറച്ച് അഹങ്കാരങ്ങളൊക്കെ മാറട്ടെ. പക്ഷെ ഈ ഒരു അപ്രോച്ച് മാറ്റണം. ബാറ്റിംഗ് ഭയങ്കര മോശമാണ് കേട്ടോ ഈ ഒരു കളിയിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവന്മാര് പേടിച്ച് ബാറ്റ് ചെയ്യാൻ പോലെ തോന്നുന്നു. ഇവർക്ക് എന്തൊരു പേടി പോലെ കൊട്ടി ലാസ്റ്റ് എല്ലാ കളികളും നമ്മൾ എല്ലാ കളിയും നോക്കി എന്താണ് ഒരു നല്ലൊരു ബാറ്റിംഗ് ഇതുവരെയായിട്ട് വന്നിട്ടില്ലല്ലേ. ഒരാള് കളിക്കുന്നുണ്ട്, ഒരുത്തൻ കളിക്കും, ഏതെങ്കിലും ഒരുത്തൻ ഒന്നി ഈ പറയുന്ന ഒരു കളി സൂര്യകുമാരെ മാത്രം അടിച്ച് ജയിപ്പിച്ചു, ഒരു കളി ശിവൻ ദൂബെ ജയിപ്പിച്ചു, ഒരു കളി പിന്നീട് ഈ പറഞ്ഞ ഹാർദിക് പാണ്ഡ്യ ജയിപ്പിച്ചു. അങ്ങനെ ഓരോ കളിയിലും ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് വന്ന് കളിച്ചു ജയിപ്പിച്ചു എന്നുള്ളത് ഒരു ടീമായിട്ട് വരുന്നില്ല. ബാറ്റിംഗിൽ, ബൗളിംഗ് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ബാറ്റിംഗിൽ ഒരു ടീമായിട്ട് വരുന്നില്ല. ഭയങ്കര വലിയൊരു കൺസേൺ ആണ് ഈ ഒരു സാധനം, മനസ്സിലായോ? ഈ ഒരു സാധനം ഇനി 2 കളികളുണ്ട്, വെസ്റ്റ് ഇൻഡീസും സിംബാബ്വേയും. ഈ കളി ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്കറിഞ്ഞൂടാ. ഏറ്റവും വലിയൊരു കൺസേൺ ആയിട്ട് ഇരിക്കുന്ന മറ്റാരുമല്ല ഈ പറയുന്ന അഭിഷേക് ശർമ്മ. എന്ത് പറ്റിയോ എന്തോ എനിക്കൊരു പിടുത്തമില്ല അവന്റെ കളി. അവൻ എന്ത് പറ്റിയെന്ന് എനിക്കൊരു പിടുത്തവും. നിങ്ങളെ മറ്റേ ശരി.